ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂലി വർധനവിനെതിരെ നിർമ്മാണ രംഗത്തെ തൊഴിലുടമകൾ രംഗത്ത്. ഈയിടെ ക്രമാതീതമായി ഉയർത്തുന്ന കൂലി താങ്ങാനാവുന്നില്ലെന്നാണ് കോൺട്രാക്ടർമാർ പറയുന്നത്. മലയാളികളായ മെയിൻ പണിക്കാരന് 1100 രൂപ കൊടുക്കുമ്പോൾ ഹെൽപ്പറായ ഇതര സംസ്ഥാനക്കാർക്ക് 1400 രൂപ നൽകേണ്ട സ്ഥിതിയാണെന്ന് തൊഴിലുടമകൾ പറയുന്നു. ഇതിനു പുറമെ ഉച്ചഭക്ഷണവും ചായയും നൽകണം. ഈ ചെലവും കോൺട്രാക്ടർമാർ തന്നെ വഹിക്കണം. ഇത്തരത്തിൽ അധിക ചെലവ് വരുന്നതിനാൽ കോൺട്രാക്ട് തുകയ്ക്ക് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിക്കുന്നതിനെതിരെ പാവർട്ടിയിലെ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും കൂടി പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി സാംസൺ ചിരിയങ്കണ്ടത്ത് പറഞ്ഞു. കോൺട്രാക്ടർമാർ വന്നിട്ട് പണിക്കാരെ വിളിക്കുന്ന സമയത്ത് സാധാരണ ഇവിടെ ഹെൽപ്പർക്ക് 950 നാട്ടിൽ, അതുപോലെ മെയിൻ പണിക്കാരന് 1100. ഇതാണ് നമ്മുടെ നാട്ടിലെ നടപ്പ്. അത് വിട്ടിപ്പോൾ ബംഗാളികളെ വിളിക്കാൻ പാവർട്ടി സെൻറ്ററിലെ കോൺട്രാക്ടർമാർ വന്നു കഴിഞ്ഞാൽ 1200 1400 പോയി ഹെൽപ്പർക്ക് ചോദിക്കുന്നത്. ആ ഒരു പ്രവൃത്തി ഇവിടെ ശരിയാവില്ല. പാവർട്ടിയിൽ ഇനി ഇവരെ ബംഗാളികൾ ഈ 1400 മേടിക്കണേൽ ഇവിടെ ഞങ്ങൾ പ്രതികരിക്കും. നാട്ടുകാരൊക്കെ ഉണ്ട്, ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്ന കോൺട്രാക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. ഇവർക്കൊക്കെ ഈ പണിയെടുത്തിട്ട് ഒരു മെച്ചം കിട്ടണ്ടേ? ആ ലാഭം ഇല്ലാത്ത രീതിയിൽ ലേബർ കൊടുത്ത് അവസാനിപ്പിക്കണം. ലേബർ കൊടുത്തിട്ട് ഇവരെ ലാഭമില്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം. ഇതിൻ്റെ ഒരു തീരുമാനം പഞ്ചായത്തോ പോലീസോ ഇടപെട്ടുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്.